അപ്പം ഞായറാഴ്ച ദിവസമാണ്, ഇന്ന് അവധി ദിവസമാണ്. എല്ലാവരും സിനിമ പോയി കാണുക. വീട്ടിലൊന്നും ചടഞ്ഞു കൂടി ഇടിക്കാതെ എല്ലാവരും സിനിമയ്ക്ക് പോവുക. അപ്പം മലയാള സിനിമയിൽ നിന്ന് രക്ഷപ്പെടട്ടെ. എല്ലാവർക്കും ശുഭദിനം നേടുന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ചില ആരാധകർ, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ചില ആരാധകർ, മമ്മൂട്ടിയുടെ ബസൂക്ക കളക്ഷനിൽ പിന്നോട്ട് പോകുന്നു എന്ന് ഞാൻ പറയുന്നത് അവർക്ക് വളരെയധികം വിഷമമുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് ഈ വിഷമം ഉണ്ടാകുന്നു. എന്നെ സംബന്ധിച്ച് അവർക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകാം. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേൾക്കുന്നത് അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പറയാൻ പോകുന്നത് ബസൂക്ക വൻ കുതിപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ സാധനം ക്ഷമിക്കുമോ? നമ്മുടെ സുഹൃത്തുക്കളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ടിക്കറ്റ് നിരക്ക്, ഇന്നലെ വിറ്റുപോയ ടിക്കറ്റ് നിരക്ക് എത്രയാണ് എന്ന് നോക്കാം. അപ്പോൾ ഏകദേശം അത് കണ്ടു കഴിയുമ്പോഴത്തേന് ഏകദേശം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നലെ വിറ്റുപോയ ടിക്കറ്റ് എമ്പുരാൻ വിറ്റത് 14,190 ടിക്കറ്റാണ് വിറ്റുപോയത്. മരണമാഫ് വിറ്റത് 43,440 ടിക്കറ്റാണ് വിറ്റുപോയത്. ബസൂക്ക 47,800 ടിക്കറ്റാണ് വിറ്റുപോയത്. ആലപ്പുഴ ജിംഖാന വിറ്റത് എന്ന് പറയുന്നത് 1,27,053 ടിക്കറ്റാണ് ഇന്നലെ ശനിയാഴ്ച ദിവസം വിറ്റുമാറിയത് എന്നുള്ള നിരാശജനകമായ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പം ജിംഖാനയെ പറ്റി ഞാൻ പൊക്കി പറയുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഇന്ന് തൊട്ട് താഴ്ത്തി പറയാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റ് വിൽപ്പനയിൽ ഏറ്റവും നിരാശാജനകമായ പ്രകടനം നടത്തിയത് ആലപ്പി ജിംഖാന എന്ന ചിത്രമാണ് എന്ന് നിസ്സംശയം ഈ കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ കളക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ബസൂക്ക ആദ്യ ദിനം 3,20,00,000 രൂപയുമായിട്ട് നമ്മളെ ഞെട്ടിച്ച പ്രകടനമാണ് നടത്തിയത്. രണ്ടാമത്തെ ദിവസമായപ്പം അതിലും മികച്ച പ്രകടനം നടത്തി 2,10,00,000 രൂപയായിട്ട് ആദ്യ ദിനത്തിനേക്കാൾ മികച്ച പ്രകടനം നടത്തി. മൂന്നാമത്തെ ദിനം വന്നപ്പോൾ രണ്ടാം ദിനത്തിനേക്കാൾ മികച്ച പ്രകടനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1,85,00,000 രൂപയുമായിട്ട് മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 7,15,00,000 നേടി ബസൂക്ക ഒന്നാമതായിട്ട് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് നമ്മൾ കിട്ടിയിട്ടുണ്ട് 7 കോടിയാണ്. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 15 കോടിക്ക് മുകളിലുള്ള തുകയാണ്. ഈ കുതിച്ചുകയറ്റമാണ് ബസൂക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ കൊണ്ട് തന്നെ 50 കോടിയും 100 കോടിയും കടന്ന് 150 കോടിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബസൂക്ക എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ മികച്ച പ്രകടനമാണ് ഓരോ ദിവസവും കഴിയുന്തോറും ബസൂക്കയിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്. നമ്മൾ കണക്കുകളിൽ നിന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. ആദ്യ ദിനം 3 കോടി, രണ്ടാം ദിനം 2 കോടി, മൂന്നാം ദിനമായപ്പോൾ 1 കോടി എന്ന നിലയിലേക്ക് മികച്ച പ്രകടനം നടത്തി ബസൂക്ക മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സന്തോഷമായല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം നമ്മൾ നോക്കുമ്പോൾ കളക്ഷൻ്റെ കാര്യത്തിലും ടിക്കറ്റിൻ്റെ കാര്യത്തിലും നിരാശാജനകമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം 2,65,00,000 നേടിയ ചിത്രം രണ്ടാം ദിനമായപ്പോൾ അത് 2,80,00,000 എത്തുകയും മൂന്നാം ദിനമായപ്പോൾ ഇന്നലെ ശനിയാഴ്ച 3,51,00,000 എന്ന തുകയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ വളരെ നിരാശാജനകമായ പ്രകടനമായിരുന്നു ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 8,96,00,000 രൂപയുമായിട്ട് ആലപ്പി ജിംഖാന വളരെ താഴ്ന്ന നിലവാരമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രത്തിന് പ്രതീക്ഷിക്കുന്ന തുക ഏകദേശം 20 കോടിക്ക് അടുത്തുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടിയിട്ടില്ല. അതുപോലെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് നേടുന്ന തുകയെന്ന് പറഞ്ഞാൽ വല്ലാത്ത ലെവൽ തുക തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് കിട്ടിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 29,25,00,000 രൂപയാണ് ആദ്യ ദിനം
തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ കളക്ഷൻ മൊത്തം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ദിനം 15 കോടി, മൂന്നാമത്തെ ദിനമായ ഇന്നലെ 20,79,00,000 രൂപ മേടി ഏകദേശം 65 കോടി 10 ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്നൊട്ടാകെ ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് 100 കോടി 15 ലക്ഷം രൂപയാണ്. അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ അജിത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിടാമുയർച്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പരാജയം അദ്ദേഹം പാടെ മറക്കാം. കാരണം ആരാധകർ തല വിലയാട് എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് തിയേറ്ററിന് ആഘോഷമായിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറയുന്നത് 40-45 റേഞ്ചിൽ തന്നെയാണ്. ഇന്നലെയും 40-45 റേഞ്ചിലേക്കാണ് ഇന്നലെയും പോയത്. ഞായറാഴ്ച ദിവസം ഒരുപക്ഷെ 50 കോടിയിലേക്കുള്ള തുക നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നാളെ വിഷുവും കൂടാണ്. മികച്ച പ്രകടനം തന്നെ അജിത്ത് നടത്തുന്നു എന്ന് തന്നെ പറയാം. അടുത്ത ചിത്രം നമ്മൾ നോക്കുന്നത് മരണമാണ്. ഒരു മരണ പെയ്ത്ത് തന്നെയാണ് ബേസിൽ എന്ന് പറയുന്ന നടൻ നടത്തുന്നത്. കാരണം ആ ചിത്രത്തിൻ്റെ സെൻറ്ററുകൾ വളരെ കുറവാണ്. മറ്റുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് സെൻറ്ററുകൾ വളരെ കുറവാണ്. ഏകദേശം 600 ഷോ മാത്രമേ നടക്കുന്നുള്ളൂ. എന്നിട്ട് പോലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് നിസ്സംശയം പറയാം. ഏകദേശം ബേസിലിൻ്റെ ചിത്രം 3 ദിനം കൊണ്ട് നേടുന്നത് ഏകദേശം 4.5 കോടിക്ക് മുകളിലുള്ള തുകയാണെന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടല്ലേ. ഈ മികച്ച ചിത്രങ്ങളുടെ വമ്പന്മാരുടെ ചിത്രത്തിനിടയിൽ ബേസിലിൻ്റെ ഒരു കൊച്ചു ചിത്രം പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു. പക്ഷെ അതൊന്നുമില്ല. അടിച്ച് കയറി വാ മോനെ എന്ന രീതി തന്നെയാണ് ബേസിൽ ചിത്രം വരുന്നത്. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജിംഖാനയും മരണമാസവും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഇന്ന് ഞായറാണ്, നാളെ വിഷുവാണ്. ഈ വരും ദിവസങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച് മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ ഈ ചിത്രങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രീ സെയിലുകൾ നോക്കാം. ഞായറാഴ്ച അവധി ദിവസമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രീ സെയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പം ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം 53,07,000 അഡ്വാൻസ് ബുക്കിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബഹുദൂരം മുന്നിലാണ് എന്ന് തന്നെ പറയാം. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം 1,40,00,000 രൂപ നേടി വളരെ നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം 12,96,000 രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത്. മരണമാസ് 37,54,000 രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചിത്രങ്ങളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കട്ടെ. പക്ഷേ ഇതിലെ ഏറ്റവും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രമാണ്. 1,40,00,000 രൂപ മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. ബഫൂക്കയെ സംബന്ധിച്ച് മികച്ച കളക്ഷൻ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം 53,47,000 രൂപ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടെ ഞാൻ പങ്കുവെക്കുന്നു. അപ്പം ഞായറാഴ്ച ദിവസത്തെ ഏകദേശ കണക്കുകൾ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഇതൊന്നും മാറ്റി സത്യം മാറ്റി എഴുതാനൊന്നും പറ്റത്തില്ല. അവർ നിരാശപ്പെട്ടാലും നിരാശപ്പെട്ടില്ലെങ്കിൽ. അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ തോന്നുകയും എടാ ഇവൻ എന്തോ പറയുന്നത് എന്ന് വിചാരിക്കും. നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പം ബഫൂക്ക ആരാധകർക്കും വളരെ സന്തോഷമായി എന്ന് ഞാൻ കരുതട്ടെ. കാരണം അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. നിങ്ങൾ മറ്റുള്ള ആരാധകരെ അവരുടെ സന്തോഷത്തിന് നമ്മൾ അല്പമൊക്കെ വിഷമിപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.